ശ്രീലേഷ് നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല മാനങ്ങളിൽ പല രീതിയിൽ പല ആൾക്കാർ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മുഴുവനും പ്രമുഖരുടെ കളിയാണ്. സത്യം പറഞ്ഞാൽ അമ്മയുടെ പേര് മാറ്റി മാമ എന്നിടണമെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ റിപ്പോർട്ട് പല ആൾക്കാരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ റിപ്പോർട്ടിലെ 135-ാമത്തെ പേജിൽ 258-ാമത്തെ പാരഗ്രാഫാണ്. 135-ാമത്തെ പേജിൽ 258-ാമത്തെ പാരഗ്രാഫിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് 2017 ഫെബ്രുവരി 17 പോവാം. 2017 ഫെബ്രുവരി 17 ഈ നടിയെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. അടുത്ത ദിവസം അവിടെയുള്ള ദർബാർ ഗ്രൗണ്ടിൽ, കൊച്ചി ദർബാർ ഗ്രൗണ്ടിൽ വെച്ച് ഒരു വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ സംഘടനയിലുള്ള ആൾക്കാരെല്ലാവരും ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു. അതിനകത്ത് നമ്മുടെ മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യർ ഒരു പ്രസ്താവന നടത്തുന്നു. ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്, ഒരു ക്രിമിനൽ സംഘം ഇതിന്റെ പിറകിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ആ വാചകത്തിൽ നിന്നാണ് WCC എന്ന് പറയുന്ന വുമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന നമ്മുടെ പുരോഗമന സംഘടന, അതായത് സ്ത്രീകൾക്ക് വേണ്ടി പോരാടാനും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനും ഒരുപറ്റം പെൺസിംഹങ്ങൾ വരുന്നു എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ പിറവിയെടുക്കുന്നത്. മഞ്ജു വാര്യരാണ് അതിന് കാരണം. മഞ്ജു വാര്യരുടെ വാക്കുകളിൽ നിന്നാണ് ആ സംഘടന ഉണ്ടാകുന്നത്. അതിനുശേഷം ആ സംഘടനയിൽ പ്രവർത്തിച്ച സകല സ്ത്രീകൾക്കും ചാൻസുകൾ നഷ്ടപ്പെട്ടു, അവർ തഴയപ്പെട്ടു, തൊഴിലിടങ്ങളിൽ വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ നേരിട്ടു എന്ന് അവർ പറയുന്നുണ്ട്. അതിനുശേഷം വിധു സുരഭി, അതായത് വിധു വിൻസെന്റ്, സുരഭി ലക്ഷ്മി, മഞ്ജു വാര്യർ, ഇവർ 3 പേരും സംഘടന വിടുന്നുണ്ടായിരുന്നു. സംഘടന വിടുന്നു എന്ന് പറയുമ്പോഴും WCC വിട്ടപ്പോഴും മഞ്ജു വാര്യർക്ക് അമ്മയിൽ അംഗത്വമുണ്ട്. ഈ WCCയിൽ ഉണ്ടായിരുന്ന സകല സ്ത്രീകളും അമ്മയിൽ നിന്ന് അംഗത്വം രാജിവെച്ചിട്ടാണ് ഈ WCCയിൽ വന്നത്. പക്ഷെ മഞ്ജു വാര്യർക്ക് അമ്മയിൽ അംഗത്വമുണ്ട്. അമ്മയിൽ അംഗത്വം വിട്ടില്ല. ഈ അമ്മയിൽ അംഗത്വം മഞ്ജു വാര്യർ വിടാത്തത് പല പ്രമുഖ നടന്മാരെയും പ്രീണിപ്പിക്കാനാണ് എന്നുള്ള ആരോപണം ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ WCC എന്ന് പറയുന്ന ഈ സംഘടന ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി ഞാൻ പറഞ്ഞ ആ 135-ാമത്തെ പേജിലേക്ക് വരാം. ഇത് മഞ്ജു വാര്യരെ കുറിച്ചാണ് പറയുന്നത് എന്നറിയാൻ നമുക്ക് പാഴൂർ പടിപ്പുര വരെ പോയി ജ്യോതിഷം നോക്കേണ്ട, കവടി നിരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റിപ്പോർട്ടിലെ 268-ാമത്തെ പോയിന്റിൽ പറയുന്നത്, it was pointed out that an actress who was getting a lot of offers from several sources earlier to formation of WCC stopped getting offers from movies of which we should have been considered normally എന്ന് പറഞ്ഞ റിപ്പോർട്ട് തുടങ്ങുന്നു. ആ റിപ്പോർട്ട് അത്രയും വായിക്കേണ്ട, അതിന്റെ ചുരുക്കം എന്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് ഈ WCCയിൽ പെട്ട ഒരു സൂപ്പർ സ്റ്റാറിന് മാത്രം അവസരങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ആ സൂപ്പർ സ്റ്റാറിന് കൈ നിറയെ അവസരങ്ങൾ വരുന്നു. മഞ്ജു വാര്യരെ കുറിച്ചാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. കൃത്യവും വ്യക്തവുമാണ്. അതിനുശേഷം അവർ പറയുന്നത്, കമ്മിറ്റിക്ക് മുൻപിൽ ഈ സ്ത്രീ, അതായത് WCCയുടെ സ്ഥാപനം, അതായത് അത് സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്ത ഈ സ്ത്രീയുടെ വാക്കുകളിൽ നിന്ന് ഉതിർന്നു വന്ന വാക്കുകളിൽ നിന്ന് സ്ഥാപിതമായ WCCയിലെ ആ സ്ത്രീ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് സിനിമാ മേഖലയിൽ ചൂഷണമില്ല, സിനിമാ മേഖലയിൽ അത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമയിൽ ചൂഷണമേ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ കമ്മിറ്റി ഇത് വിലയിരുത്തി, ഹേമ കമ്മിറ്റി ഇത് വിലയിരുത്തി അവർ പറയുന്നു ഈ നടി സെൽഫിഷാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണ് ഈ നടി ഇത്തരത്തിലുള്ള വാക്കുകൾ തന്റെ അധരത്തിൽ നിന്നും ഓഷ്ടത്തിൽ നിന്നും ഉതിർക്കുന്നത് എന്ന് അവർ പറഞ്ഞു. ഈ നടിയുടെ വാക്കുകൾക്കൊന്നും വില കൽപ്പിക്കാൻ സാധിക്കില്ല. നടിയുടെ പേര് പറഞ്ഞിട്ടില്ല, നടി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രമുഖ നടി, WCC ഉണ്ടാക്കിയ നടി. പോരാത്തതിന് ഈ നടിക്ക് സ്വാർത്ഥ നേട്ടം ഉണ്ട് എന്ന് പറയുന്നു. ഈ നടിയുടെ മൊഴിക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കില്ല എന്ന് പറയുന്നു. മഞ്ജു വാര്യർ ഒരു വില്ലത്തിയാണ്. യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഇതിപ്പോ ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഞെട്ടി, എല്ലാവരും വലിയ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഇതുവരെ പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങൾ അല്പം ഓതന്റിക് ആണ് എന്ന ഒരു ഓതന്റിസിറ്റി കൈവന്നു. ഇത് മാത്രമാണ്. ഇതിൽ ഞെട്ടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ്. പല നടിമാരും മീറ്റുവിന്റെ രൂപത്തിലാണെങ്കിലും ഇത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാവുന്നത് ഈ സ്ത്രീകൾ അഭിനയിക്കാൻ വരുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് സ്ത്രീകൾ അഭിനയിക്കാൻ വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള സ്ത്രീകളാണ് അഭിനയിക്കാൻ വരുന്നത്.
അത് ചിലപ്പോ കലാതിലകമായോ കലാപ്രതിഭയായോ ഒക്കെ വരുന്നവർ ചിലപ്പോൾ സിനിമയിലേക്ക് അങ്ങോട്ട് പോയി അവരെ വിളിച്ചുകൊണ്ട് വരുന്ന പതിവുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം കലോത്സവ വേദികളായിരുന്നു സിനിമയിലേക്കുള്ള ആദ്യ ചവിട്ടുപടി എന്ന് പറയുന്നത്. പല സിനിമാ സംവിധായകരും കലോത്സവം നടക്കുമ്പോൾ അവിടേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഈ കുട്ടികളെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറി പണത്തിന്റെ ഒരു ആധിപത്യവും ഒരു സ്റ്റാർ വാല്യൂവും ഒക്കെ കൂടിയതോടുകൂടി പെൺകുട്ടികൾ അങ്ങോട്ട് ചെല്ലാൻ പലപ്പോഴും നിർബന്ധിതരായി തീർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പലപ്പോഴും പല പെൺകുട്ടികളും പെൺകുട്ടികളുടെ അമ്മമാരും ഒക്കെ എനിക്കറിയുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. പല സംവിധായകരെയും ഒരു സിനിമ ഇപ്പൊ സിനിമ എടുക്കാത്ത ചില സംവിധായകർ പോലും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരടക്കമുള്ളവർ വിളിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സത്യം തന്നെയാണ്. ഇവിടെ മഞ്ജു വാര്യരുടെ വിഷയം എടുത്ത് നമ്മൾ സംസാരിച്ചാൽ മഞ്ജു വാര്യർ ഈ WCC ഉണ്ടാകാനുണ്ടായ സാഹചര്യം പോലും മഞ്ജു വാര്യരുടെ ഒരു വ്യക്തി വൈരാഗ്യത്തിൽ നിന്നാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ സമയത്ത് മഞ്ജു വാര്യരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂ കഴിഞ്ഞ ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് വരുന്നു. മഞ്ജു വാര്യരെ ദിലീപ് പല രീതിയിൽ ആക്രമിക്കുന്നു എന്ന ചിന്താഗതികൾ മഞ്ജു വാര്യർക്കുള്ളത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. സിനിമയിൽ അഭിനയിക്കുന്നതിനെ എതിർക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മഞ്ജു വാര്യർക്ക് വീണ് കിട്ടിയ ഒരു സുവർണ അവസരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഈ നടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഈ നടിയുമായി വലിയ ആത്മബന്ധമുണ്ട് എന്നാണ് മഞ്ജു വാര്യരും അതുപോലെ തന്നെ ഈ നടിയും ഒക്കെ പറയുന്നത്. അതിന്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ചു പോയാൽ നേരത്തെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പലതരത്തിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. ഇതിൽ എവിടെയൊക്കെയോ സത്യമുണ്ട്. നമുക്കത് കൃത്യമായി ഇതിലേതാണ് സത്യമെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ വിഷയത്തിൽ മഞ്ജു വാര്യരും അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ സംവിധായകൻ, ആ സംവിധായകനായിരുന്നു ദിലീപിന്റെ കേസിൽ സാക്ഷിയുടെ പട്ടികയിൽ ആദ്യമുള്ളത്. അയാളെ പിന്നീട് വിസ്തരിക്കേണ്ട എന്ന്, കാരണം ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ മഞ്ജു വാര്യരും ആ പ്രമുഖ സംവിധായകനും തമ്മിൽ തെറ്റിയപ്പോൾ അയാളെ വിസ്തരിക്കേണ്ട എന്ന് കോടതിയിൽ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് മഞ്ജു വാര്യർ ഈ അമ്മയിൽ നിൽക്കുകയും അതുപോലെ തന്നെ ഈ WCCയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മഞ്ജു വാര്യർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് WCCയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് മഞ്ജു വാര്യരുടെ ഉദ്ദേശം അവർക്ക് സാധിക്കേണ്ട കാര്യം സാധിച്ചെടുക്കലായിരുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാകും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല മഞ്ജു വാര്യർ നമുക്ക് മനസ്സിലാകുന്ന പോലെ വളരെ ഡിപ്ലോമാറ്റിക് ഒരു സമീപനം ഏത് കാര്യത്തിലും എടുക്കുന്ന ഒരാളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു തരത്തിലുള്ള പേരുദോഷവും രണ്ടാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിലല്ല രണ്ടാം ഘട്ടത്തിൽ മഞ്ജു വാര്യർ വരുമ്പോൾ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം എക്സിസ്റ്റൻസിന് ഒരു വലിയ പ്രശ്നമുണ്ട്. ദിലീപിനെ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഒന്നും വാങ്ങിക്കാതെയും ഒന്നും ഡിമാൻഡ് ചെയ്യാതെയും ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നിലനിൽപ്പും അതുപോലെ വീണ് കിട്ടിയ ഒരു അവസരവും അവർ നന്നായി വിനിയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റ് ഒന്നും പറയാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി കമ്മീഷൻ അല്ല, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് ഒരു രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷൻ മാത്രമാണ്. ഈ കമ്മീഷൻ ഒരു പരിമിതിയുണ്ട്. നമ്മൾ എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ, എന്തുകൊണ്ടാണ് സർക്കാർ ഇത് പുറത്തുവിടാഞ്ഞെന്നൊക്കെ പറയുന്നു. ഈ വിഷയത്തിൽ സർക്കാരിന് ചില താല്പര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ വിഷയത്തിൽ സർക്കാരിനെ അങ്ങനെ കണ്ണുമടച്ച് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റി മനസ്സിലാക്കുന്ന റിപ്പോർട്ട്. അതിൽ അവർ തന്നെ ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഫാക്ട് ഫൈൻഡിങ് നടത്തിയിട്ടില്ല, ഒരാളുടെ ഭാഗം മാത്രമാണ് കേട്ടത്. സാധാരണ കമ്മീഷൻ റിപ്പോർട്ടുകളാകുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കേട്ട ശേഷം അതിനൊരു സൊല്യൂഷൻ ആണ് പറയുക, അല്ലെങ്കിൽ കേസെടുക്കണമെങ്കിൽ കേസെടുക്കണമെന്ന് പറയുക. ഇത് ഏകപക്ഷീയമായി കുറെ നടിമാർ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശരിയുണ്ടാവാം, ചിലതൊക്കെ തെറ്റുണ്ടാകാം. നമുക്കറിയാം ഇപ്പൊ വിജയ് ബാബുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിജയ് ബാബുവിന്റെ പക്ഷത്താണ് ഈ ഒരൊറ്റ കൺസെന്റ് കേസ്. ബാക്കിയുള്ള കേസുകളെ സംബന്ധിച്ച് എനിക്കറിയില്ല. ആ പെൺകുട്ടി തന്നെ നൽകിയ പരാതിയിൽ വിജയ് ബാബുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് 2 വർഷമായി വിജയ് ബാബുവിനൊപ്പം താമസിക്കുകയായിരുന്നു എന്നും 2 വർഷമായിട്ട് അവർക്ക് പിന്നീട് ഒരു സിനിമയിൽ അവസരം കിട്ടാതെ വന്നപ്പോഴാണ് അവർ അത് പീഡനമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത്. കേരളത്തിലെ പീഡന കേസുകൾ എടുത്ത 90% അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായ പീഡന കേസുകൾ അല്ലാതെ ബാക്കിയുള്ള കേസുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പല കേസുകളും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയും സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, സ്ത്രീകൾ ഒരു അവിഭാജ്യ ഘടകം തന്നെ സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമല്ല സ്ത്രീകളെന്നല്ല, പക്ഷെ സ്ത്രീകളെ വെറും ഒരു പ്രോപ്പർട്ടി എന്ന നിലയിലേക്ക് മാത്രം പുരുഷൻ കാണുന്നു. അത് ഈ ഒരു സിനിമാ മേഖലയുടെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സ്ത്രീകൾ ഉറക്കെ സംസാരിക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഏതു മേഖലയിലെ ഏത് സ്ത്രീയും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അവരെ കുറിച്ച് അപവാദം പറയുക, അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുക, ഒരു പക്ഷേ കയറി പിടിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചിലപ്പോൾ കയറി പിടിച്ചു എന്ന് വരില്ല, പക്ഷെ എങ്കിൽ പോലും, അല്ലെങ്കിൽ റൂമിന് കൊട്ടിയെന്ന് വരില്ല, പക്ഷെ എങ്കിൽ പോലും ഫോണിലാണെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും അയച്ച് കിട്ടുമോ എന്ന് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ചൂഷണം നേരിടാത്ത ഒരു സ്ത്രീയും സമൂഹത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ നമ്മൾ എടുക്കുന്ന നിലപാട് വലിയ നിർണായകമായ ഒരു നിലപാട് തന്നെയാണ്. അപ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള 2-3 പ്രാവശ്യം 2-3 മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ
അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും വന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്ന കാലഘട്ടത്തിൽ. പക്ഷെ ആ സമയത്ത് വരുന്ന മെസ്സേജുകളെ പോലും ആ തരത്തിൽ അപ്പോൾ തന്നെ നമ്മൾ പ്രതികരിച്ചത് കൊണ്ട് പിന്നീട് നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നേരെ മറിച്ച് കയറി പിടിച്ചിരുന്നെങ്കിൽ അന്ന് ആരെങ്കിലും കയറി പിടിക്കാൻ വരുന്നതിനെ തീർത്തിട്ടേ ഞാൻ പോരുമായിരുന്നുള്ളൂ. ഒരു പക്ഷെ വെർബൽ ഇതായതുകൊണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു പ്രാവശ്യം ആയതുകൊണ്ട് പറഞ്ഞു നിർത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പഴയ കാലത്തെ സ്ത്രീകളെ പോലെയല്ല, പഴയ കാലത്ത് വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾ, കുടുംബത്തിൽ നിന്ന് പലപ്പോഴും സിനിമയിലേക്ക് വരുന്ന സ്ത്രീകളെ മാറ്റി നിർത്തുന്ന പ്രവണത പോലുമുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി വരുന്നവരായിരുന്നു അന്നത്തെ സ്ത്രീകൾ. ഇന്നത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസവും എല്ലാവരും പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും സിനിമയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് തന്റെ മുറിയിൽ വന്ന് കൊട്ടി വിളിക്കുന്ന ഒരാളോട് ഇത് പറ്റില്ല, എന്റെ മുറിയിൽ കൊട്ടി വിളിക്കാൻ പറ്റില്ല എന്ന് പറയുകയോ, അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് ഒരു ഡയറക്ടർ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കാം, എന്റെ റോൾ ഞാൻ ഭംഗിയായി അഭിനയിക്കാം, എനിക്ക് ഇതേ കഴിയുകയുള്ളൂ, മറ്റൊന്നിനും കഴിയുകയില്ല എന്ന സന്ദേശവും വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് നൽകാൻ കഴിയാത്ത സ്ത്രീകൾക്ക്? പിന്നീട് നമ്മൾ ഇരുന്ന് ഇരവാദം ഒഴുക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ ഈ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യരെ സംബന്ധിച്ച് മഞ്ജു വാര്യർ വന്ന മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ മഞ്ജു വാര്യർക്ക് പീഡനം, മഞ്ജു വാര്യരുടെ സ്വമേധയാ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയിട്ടുള്ളതല്ലാതെ ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതിന് കാരണവും ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ച് അവർ കലാതിലകമായിരിക്കുന്ന ഒരു സമയത്താണ് അവർ ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം അവർ ദിലീപിനെ കല്യാണം കഴിച്ചു, സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി നിന്നു. രണ്ടാമത്തെ പ്രാവശ്യം അവർ വരുമ്പോൾ ഈ ആദ്യത്തെ സിനിമ തന്നെ നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രതീക്ഷ ഉണർത്തിയ ഒരു വളരെ പ്രഗത്ഭയായ ഒരു ആർട്ടിസ്റ്റ് ആകും എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റാർ വാല്യൂ കൂടും. അത് കഴിഞ്ഞ് അവർ അഭിനയിച്ച സിനിമകളിലാണെങ്കിലും സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ പെട്ടെന്ന് കയറി ആക്രമിക്കാൻ കഴിയില്ല. അതിനുശേഷം അവർ രണ്ടാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ ദിലീപിന്റെ ഭാര്യ എന്ന രീതിയിലും അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ ചില നിലപാടുകൾ എടുത്തതിന്റെ പേരിലും വളരെ മാന്യമായി കുറെ കാലം പ്ലേസ് ചെയ്യപ്പെട്ട രീതിയിലും രണ്ടാമത് അവർ വരുമ്പോൾ വളരെ റെസ്പെക്റ്റബിൾ ആയ ഒരു ലേഡി ആയിട്ടാണ് അവർ രണ്ടാമത് സിനിമയിലേക്ക് വരുന്നത്. നമ്മൾ സാധാരണ പിന്നെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് നോക്കിയാലും അവരൊരിക്കലും ഒരു വൃത്തികെട്ട വേഷത്തിലോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമുള്ള വേഷങ്ങളിലല്ലാതെ ഒരു മോശപ്പെട്ട വസ്ത്രധാരണത്തിലോ ഒന്നും നമ്മൾ ഒരിക്കലും മഞ്ജു വാര്യരെ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തെ സിനിമാക്കാരെ നോക്കിയാൽ ഒരു പെൺകുട്ടി ഒരു സിനിമയിൽ വന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കോലത്തിലാണ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് കാണുന്ന ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഇത് കാണപ്പെടുന്ന ഒരു ഡ്രൈവർ പോലും അവരോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നതിൽ ഇപ്പൊ നമ്മൾ പറയും വസ്ത്രധാരണമല്ല എന്ന് പറയും. പക്ഷെ ഈ സന്ദേശം നൽകുമ്പോൾ ഒരു നടി നാട് മുഴുവൻ നടന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരെ കണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഈ കൊയ്യാൻ പോകുന്ന സ്ത്രീകൾ വിട്ടിരുന്ന മുകളിലിടുന്ന ജാക്കറ്റും അതുപോലെ തന്നെ ഒരു പാവാടയും ഒക്കെ ഇട്ട് പഴയ കാലത്ത് ഈ കൈലി ഉടുത്ത് അതുപോലെ ഈ ബ്ലൗസിന്റെ മറ്റു അത് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് ഈ മേൽമുണ്ടൊക്കെ ഉടുത്തോണ്ട് പോയ കറ്റ കൊയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവരവരുടെ സൗകര്യത്തിന് ധരിച്ചുകൊണ്ടിരുന്ന അന്ന് പോളിഷ്ഡ് അല്ലാത്ത സമൂഹത്തിൽ ധരിച്ചുകൊണ്ടിരുന്ന ഒരു വസ്ത്രം, ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. ഇങ്ങനെ പൊതുരംഗത്തേക്ക് വരുമ്പോൾ അത് കാണാൻ വരുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് എനിക്ക് ഒരു വലിയ പുരുഷൻ എന്ന് വിളിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് ഇത്തരത്തിലുള്ളവരെന്ന് ഞാൻ പറയുള്ളൂ. വെറും മാനസിക രോഗികൾ, അതും രതിവൈകൃത ഉള്ള മാനസിക രോഗികളാണ് ഇത്തരക്കാരെ കാണാൻ പോലും ഓടിച്ചിരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളും പോകുന്നുണ്ട്, അത്തരത്തിലുള്ളവർ തന്നെയാണ്. സ്ത്രീകളെ മാത്രമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ സ്ത്രീകളും അത് എങ്ങനെ മുതലാക്കാമെന്ന് ചിന്തിക്കുന്ന ചില സ്ത്രീകളും ഇതിലുണ്ട്. വളരെ മാന്യമായി വസ്ത്രം ധരിച്ചിറങ്ങേണ്ട പൊതുസ്ഥലങ്ങളിൽ വളരെ മോശമായി വസ്ത്രം ധരിച്ചുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന കുട്ടികളുമുണ്ട്. നമ്മളിപ്പോ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഈ കുട്ടികൾക്കൊന്നും നന്നായി അഭിനയിക്കാനുള്ള കഴിവുള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായി അഭിനയിക്കാനുള്ള കഴിവുള്ള മഞ്ജു വാര്യരെ സംബന്ധിച്ച് മഞ്ജു വാര്യർ ഒരിക്കലും അത്തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചല്ല പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളത്. അവർ അഭിനയിക്കാൻ വരുന്നതും അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു പക്ഷേ പീഡനം ഉണ്ടായി കാണില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് ധനുഷ ഈ വിഷയത്തെ. അപ്പൊ നമ്മൾ പറയും, നമ്മളോട് പലരും വന്ന് പല കഥകൾ പറയുന്നുണ്ടാവും. നമ്മൾ ഇത് മറ്റൊരാളോട് പറയാൻ ചെന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരതിനെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മളാണ് പ്രതിസ്ഥാനത്താവുക. നമ്മൾ എന്തോ സ്ഥാപിത താല്പര്യം കൊണ്ട് പറഞ്ഞതാണ് എന്ന തരത്തിൽ വരും. എനിക്ക് തന്നെ അറിയാം, പല തൊഴിലാളി വിഷയങ്ങളിലും നമ്മളോടൊക്കെ വന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളുടെ എന്തോ വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതാണെന്ന രീതിയിൽ ഇടപെടുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ സ്ത്രീ വിഷയത്തിൽ ഒരുപാട് ഇടപെടുന്ന ഒരാളാണ്. പല സ്ത്രീ വിഷയങ്ങളിലും പല തൊഴിലാളി പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അതുപോലത്തെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സമയങ്ങളിൽ പലരും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി വിളിക്കുമ്പോൾ ഒരുപക്ഷെ ഈ കമ്മിറ്റി റിപ്പോർട്ട് തേടി അല്ലെങ്കിൽ അവരെ കുറിച്ച് ചോദിക്കാൻ വിളിക്കുമ്പോൾ അവരെടുത്ത സ്റ്റാൻഡ് അവർക്ക് ചൂഷണം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോ അവർക്കറിയില്ല എന്നതായിരിക്കാം. അവർ വളരെ ഡിപ്ലോമാറ്റിക്, ഞാൻ മനസ്സിലാക്കുന്ന വളരെ ഡിപ്ലോമാറ്റിക്കായി അഭിനയത്തിലാണെങ്കിലും അവരുടെ കുടുംബജീവിതത്തിലും അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും കമ്മിറ്റിയെ അവരെ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കമ്മിറ്റി വിമർശനാത്മകമായിട്ട് ഉന്നയിച്ചിരിക്കുന്നു. ഈ സ്ത്രീയുടെ വാക്കുകൾ സെൽഫിഷാണ്, അവരെ മൊഴികൾ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല എന്ന് കമ്മിറ്റി എങ്ങനെ പറയും? കമ്മിറ്റി ഈ മൊഴികൾ രേഖപ്പെടുത്തി, ചേച്ചി ആദ്യം പറഞ്ഞതുപോലെ
ഇത് ജസ്റ്റ് ഒരു രേഖപ്പെടുത്തൽ മാത്രമാണ്. കമ്മിറ്റി ഇത് ഇങ്ങനെ പറയുകയാണ്, ഇവര് വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. അതായത് സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ, തൊഴിൽ നിഷേധം പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്മിറ്റി തന്നെ ഒരു സ്ത്രീയെ കുറിച്ച്, അത് WCC സ്ഥാപിച്ച ഒരു സ്ത്രീയെ കുറിച്ച് ഇത്തരത്തിൽ ഒരു മോശം പറയുകയാണ്. അതെങ്ങനെ സാധ്യമാവും? അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യം അവർ പറയരുത്, അല്ലെങ്കിൽ അവർ ഒരു ഫാക്ട് ഫൈൻഡിങ് ഇതിൽ നടത്തേണ്ടതാണ്. ഒരു ഫാക്ട് ഫൈൻഡിങ് നടത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണോ, ഇവർ പറയുന്നത് തെറ്റാണോ, ഇവർക്ക് ചൂഷണം ഉണ്ടായിട്ടില്ല എന്ന് ഇവരുടെ വാദം ഇവർ പറയുന്നു എന്നിരിക്കട്ടെ. നമുക്കറിയില്ല ഇവരെന്താണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അവനവന് ചൂഷണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ്. കാരണം എല്ലാ നടിമാരെയും അവർക്ക് മൊഴി കൊടുക്കാൻ തയ്യാറായ എല്ലാ നടിമാരെയും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ രഞ്ജിനി അടക്കമുള്ളവർ പറയുന്നത്, അവർ പറഞ്ഞു ഇതൊരു കമ്മിറ്റി ആയതുകൊണ്ട്, അതൊരു കമ്മീഷൻ ആണെങ്കിൽ ഒരു പക്ഷേ കമ്മിറ്റി ആയതുകൊണ്ട് മാത്രമാണ് താൻ പറഞ്ഞത്, ഈ മൊഴികൾ വളരെ രഹസ്യമായി ഇരിക്കുമെന്നുള്ളത് കൊണ്ടാണ് താൻ കൃത്യമായി പറഞ്ഞത് എന്നാണ്. ഈ സിനിമയിൽ ചൂഷണം ഉണ്ടായത് ഇന്നോ ഇന്നലെയോ അല്ല, ഇത്രയും വർഷമായിട്ടും ആരും അഡ്രസ് ചെയ്യാതിരുന്ന ഒരു കാര്യം കുറച്ചു പേരെങ്കിലും കമ്മിറ്റി ആയതുകൊണ്ട്, അതായത് കമ്മീഷൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിപ്പോ തുറന്നു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു അർത്ഥത്തിൽ ഇത് ആകെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ WCC ഇനിയെങ്കിലും ഈ ഒരു ഒറ്റ കാര്യത്തിലാണ് എനിക്ക് WCCയോട് ഒരു നന്ദി അല്ലെങ്കിൽ കടപ്പാട് പറയാനുള്ളത്. ഇനി വരുന്ന പെൺകുട്ടികൾക്കെങ്കിലും, കുറച്ച് പെൺകുട്ടികളെങ്കിലും ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരുടെ ഈ നീക്കം ഒരു കാരണമായേക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറയുമ്പം ഈ ചൂഷണം ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ വരുന്നത്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ, ഇതൊരു എന്താ പറയാ, ഇത് പുരുഷാധിപത്യത്തിനെതിരെയുള്ള ഒരു റിപ്പോർട്ടാണെന്ന് പറയുമ്പോഴും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത് പുരുഷന്മാരാണെന്നാണ് റിപ്പോർട്ട് മൊത്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ പീഡന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഈ അമ്മമാർ സ്വന്തം മകളെ അഡ്ജസ്റ്റ്മെന്റിന് കൊണ്ടുപോകുന്ന അമ്മമാരുണ്ടെന്ന് പറയുന്നു. ഇത് എന്തൊരു ഞെട്ടിക്കുന്നതല്ല. നമ്മളെ ഈ പറയില്ലേ, പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണെന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് സാർ, എന്റെ അമ്മയ്ക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരു സമൂഹം. അതെങ്ങനെയാണത് എനിക്ക് മനസ്സിലാവുന്നില്ല ചോട്ടി. തീർച്ചയായിട്ടും അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു കലാതിലകമായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അമ്മ വർഷങ്ങളായി സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഒരു സിനിമയിൽ അവസരം കിട്ടുന്നു. ഈ സംവിധായകനെ സംബന്ധിച്ച് എനിക്ക് ഈ സംവിധായകൻ വളരെ മോശക്കാരനാണെന്ന് അറിയാനുള്ള ഒരു അനുഭവം, എനിക്ക് ഡയറക്റ്റ് അല്ല, പക്ഷെ എനിക്ക് അറിയുന്ന ഒരാൾക്ക് ഉണ്ടായ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഈ സംവിധായകൻ വളരെ മോശക്കാരനാണെന്ന് എനിക്കറിയാം. ഞാൻ ഇത് അറിഞ്ഞപ്പോ ഈ പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, ഇയാൾ വളരെ മോശക്കാരനാണ്, അതുകൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിടരുത് ഈ കുട്ടിയെ എന്ന് പറഞ്ഞു. നല്ലൊരു കുട്ടിയാണ്. എന്നിട്ടും ഈ അമ്മ കേൾക്കാതെ ഈ കുട്ടിയെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോയി. ആദ്യത്തെ ദിവസം തന്നെ, എനിക്കൊന്ന് ഷൂട്ടിംഗ് തുടങ്ങി 2-ാം ദിവസം ഈ കുട്ടിയോട് വളരെ മോശമായി ഈ സംവിധായകൻ ഇടപെടുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. ഈ കുട്ടി അപ്പോൾ തന്നെ പരാതി പറയുകയും ഈ കുട്ടി ഇവരുടെ അമ്മയോട് ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തൊരു സാഹചര്യം എനിക്കറിയാം. അപ്പോഴും അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. അമ്മ പറയുന്ന അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ, എങ്ങനെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ ഇത്രയും കാലം നിന്നെ കൊണ്ട് നടന്ന ഡാൻസിന് വേണ്ടി ഈ പണം മുഴുവൻ ചെലവാക്കിയത്, നിനക്ക് നാളെ ഒരു നല്ല കാലം വരും, നീ സിനിമയിൽ അഭിനയിക്കും എന്നതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ വീണ്ടും എതിർത്തുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് തന്നെ ഈ പെൺകുട്ടി ഫോണിൽ വിളിച്ച് എന്നോട്, ചേച്ചി പറഞ്ഞത് ശരിയായിരുന്നു, എന്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നാണ്, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞൊരു സാഹചര്യം എനിക്ക് വ്യക്തമായി അറിയാം. ആ പെൺകുട്ടിയോട് അപ്പോൾ തന്നെ ഞാൻ എന്റെ പേര് അയാളോട് പറയൂ, പറഞ്ഞ ശേഷം ആ സെറ്റിൽ നിന്ന് ഇറങ്ങി വരൂ, എന്റെ പേര് കേട്ടാൽ അയാൾ പിന്നീട് നിങ്ങളെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം വ്യക്തിപരമായി എനിക്കറിയാം. അത്തരത്തിലുള്ള അമ്മമാരും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത്, സിനിമയിൽ അഭിനയിക്കാൻ അവസരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയും സിനിമ ഒരു കലയാണ്, നല്ല ഡാൻസുകാർക്ക് അല്ലെങ്കിൽ നല്ലതായി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അത്തരത്തിലുള്ള ആഗ്രഹവുമായി വരുമ്പോൾ പെൺകുട്ടികൾ തന്നെ വളരെ കൃത്യമായി പറയണം, എനിക്ക് അഭിനയിക്കാൻ മാത്രമേ കഴിയൂ. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അത് കഴിയാതെ പോകുന്നത്? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ ഒച്ചകൾ, ശബ്ദങ്ങൾ പഴയ കാലത്തെ പോലെയല്ല. പണ്ടൊക്കെ ഇതൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, സൂര്യനെല്ലി പെൺകുട്ടിയുടെ കാലത്ത് സൂര്യനെല്ലി പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിച്ചു. അന്നൊക്കെ എന്ന് വെച്ചാൽ സൂര്യനെല്ലി പോലൊരു സ്ഥലത്ത് ഏതാണ്ട് ഒരു 40 കിലോമീറ്ററിനുള്ളിലാണ് ഒരു വീടുള്ളത്. അന്ന് ഫോൺ കോമൺ അല്ല. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അതല്ല, സോഷ്യൽ മീഡിയ വഴി പോലെയാണെങ്കിൽ പോലും ഒരു നെറ്റ് കണക്ഷനും ഒരു ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് നാട്ടുകാരെ അറിയിക്കാനും അവിടെ നിന്ന് രക്ഷപ്പെടാനുമുള്ള സാഹചര്യമുള്ളപ്പോ എന്തിനാണ് പെൺകുട്ടികൾ ഈ കഥകിൽ മുട്ടുന്നു, വലിയ ബുദ്ധിമുട്ടിൽ വന്ന് ഇടിക്കുന്നു എന്നൊക്കെ പറയുന്നത്? ഇനി മയക്കുമരുന്നിന്റെ പ്രശ്നം എടുത്തു നോക്കിയാൽ, മയക്കുമരുന്ന് ലഹരിയുമാണെങ്കിൽ ഈ സ്ത്രീകളെല്ലാം പുരോഗമനത്തിന്റെ ആദ്യപടിയായി, സിനിമ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിലെ സ്ത്രീകളെല്ലാം തന്നെ പുരോഗമനത്തിന്റെ ആദ്യപടിയായി കാണുന്നത് മദ്യവും മയക്കുമരുന്നും ഒക്കെ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, ഇതൊക്കെ വലിയ മേന്മയായി ചൂണ്ടിക്കാട്ടുന്ന സ്ത്രീകളെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും ആ സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്, ഇതല്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യാതിരുന്നു കൊണ്ടാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതൊക്കെ ലോകത്തുള്ളപ്പോഴും എനിക്ക് അത് ചെയ്യാതിരിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മുടെ മാനസിക ധൈര്യവും നമ്മൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ വിജയിക്കുന്നത് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ട് മയക്കുമരുന്നും ഒക്കെ ഉണ്ട്?
അത് തീർച്ചയായും എങ്ങനെയാണ് പുരുഷന്മാര് മദ്യപിക്കുന്ന പുരുഷന്മാരുടെ സദസ്സിൽ പോയിരുന്ന് അവരുമായി അടുത്തിടപഴകി ഈ ഇൻടോക്സിക്കേഷന്റെ സമയത്ത് അവർ ചെയ്യുന്ന എന്തിനെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് അത് തന്നെ പീഡിപ്പിക്കാൻ വന്നു എന്ന് പറയുന്നത് എന്തിനാണ്? എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? മദ്യവും മയക്കുമരുന്നും സിനിമാ മേഖലയെ കാർന്നു തിന്നുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മദ്യവും മയക്കുമരുന്നും പോലുള്ള കാര്യങ്ങൾ, മദ്യം പിന്നെയും എനിക്ക് തോന്നുന്നു കുറച്ചു നേരത്തെ പ്രശ്നമേ ഉള്ളൂ. മയക്കുമരുന്നിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ഥിരമായ ഉപയോഗം ഒരാളുടെ പ്രജ്ഞ തന്നെ നശിപ്പിക്കും. അയാൾക്ക് എന്താണ് ചെയ്യുന്നതെന്നോ അയാൾ വേറൊരു ഹാലൂസിനേറ്റഡ് ലോകത്ത് തന്നെ ആയിപ്പോകും. അങ്ങനെയുള്ള ഇവിടെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എത്ര പെൺകുട്ടികൾ സിനിമയിൽ തന്നെ വന്നിട്ടുള്ള എത്ര പെൺകുട്ടികൾ മയക്കുമരുന്ന് കഴിച്ച ശേഷം അവരുടെ ഭാവി ഇല്ലാതാക്കി ഇപ്പോൾ ട്രീറ്റ്മെന്റിലുണ്ട് എന്ന് അറിയാമോ? അതിനെക്കുറിച്ചൊക്കെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോ ഈ സ്ത്രീകൾ വന്ന് പറയുന്നത് മാത്രം എഴുതി വെച്ചുകൊണ്ടും എല്ലാം വൺ സൈഡഡ് ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടും ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു എന്നുള്ളത് ശരിയാണ്. അതിന്റെ ഫാക്ട് ഫൈൻഡിങ് കൂടി നടത്തണം. ആ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ച് അതിന് വേണ്ട നടപടികൾ എടുത്താൽ അത് വലിയ കാര്യമായിരിക്കും. അല്ലാതെ ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല. കാരണം ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ്. ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഫാക്ട് ഫൈൻഡിങ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ബഹളം വെക്കുക ഒരു മാധ്യമങ്ങൾക്ക് കുറെ ദിവസത്തേക്ക്, പ്രത്യേകിച്ച് ഈ സിനിമ ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റേ എന്റർടൈൻമെന്റ് ചാനലുകൾക്ക് ഇതൊരു ചാകരയാണ്. കാണുന്ന എല്ലാവരെയും പിടിച്ചിരുത്തി ഒരു സിനിമയിൽ അഭിനയിച്ച ആളെ വരെ പിടിച്ചിരുത്തി എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരെ അറിഞ്ഞിട്ട് പോലും എന്താണ് ഹേമ കമ്മിറ്റി എന്നോ ഒന്നും അറിയാത്ത ലോകത്ത് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില മനുഷ്യരുണ്ട്. അവരെയൊക്കെ വിളിച്ചു നിർത്തിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായി, അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയൂ എന്നൊക്കെ ചോദിക്കാമെന്നല്ലാതെ റേറ്റിംഗ് ഉയർത്താമെന്നല്ലാതെ സിനിമാക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു താല്പര്യത്തിന് എല്ലാവരും നോക്കുന്നു എന്നുള്ളതല്ല. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇനി ചാനലുകാരുടെ ഇതിലെ ഇടപെടൽ നോക്കിയാൽ ചാനലുകാർ ഇടപെടുന്ന എന്തിനാണ്? അവരുടെ റേറ്റിംഗിന് വേണ്ടി തന്നെയാണ്. സത്യത്തിൽ ദിലീപിനെ അന്വേഷിച്ച് റിപ്പോർട്ടർ ചാനൽ പോയ വഴിയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടെങ്കിലും ഇപ്പൊ പുറത്തു വരാനുള്ള കാരണം. ദിലീപ് അതിൽ വലിയ വില്ലന്റെ വേഷം ഉണ്ടായിരിക്കുമെന്ന് കരുതി. കാരണം ദിലീപിനോട് എന്തോ വ്യക്തിവൈരാഗ്യമുള്ളത് പോലെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി അവരുടെ ചർച്ചയൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷിച്ചുള്ള പോക്കിലാണ് ഈ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഇപ്പോ ഈ റേറ്റിംഗ് ഉണ്ടാക്കാനല്ലാതെ അല്ലാതെ ഈ സിനിമാ രംഗത്തെ സ്ത്രീകളെയൊക്കെ ഒന്ന് അങ്ങ് പുനരുദ്ധരിച്ചേക്കാം, അവരെയൊക്കെ ഒന്ന് രക്ഷിച്ചേക്കാം എന്ന നിലപാട് ചാനലുകൾക്കില്ല. അങ്ങനെയെങ്കിൽ ചാനലിന്റെ ഫ്ലോറിന്റെ അകത്തളങ്ങളിൽ സ്ത്രീകളെ രക്ഷിക്കണ്ടേ? പത്രപ്രവർത്തന രംഗത്ത് വരുന്ന സ്ത്രീകളെ രക്ഷിക്കണ്ടേ? കൂടെ നടക്കുന്ന കുട്ടികളെ രക്ഷിക്കണ്ടേ? അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റേറ്റിംഗിന് വേണ്ടിയുള്ള വെറും തട്ടിപ്പ് നാടകമാണ്. ഇപ്പോൾ ഞെട്ടി ഇത് വളരെ ഗുരുതരമായ കാര്യമല്ല. ഇതൊക്കെ നടക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന കാര്യങ്ങൾ അതിനിപ്പോൾ ഓതന്റിസിറ്റി കൈവന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ചാനലുകളുടെ ഇത് വളരെ കറക്റ്റാണ്. ഇപ്പൊ എന്തായിരുന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ കാലത്തിന് ശേഷം സ്ഫോടനാത്മകമായിട്ടുള്ള വിവരങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷെ സ്ഫോടനമൊന്നുമല്ല. ഒരു 2 പേജിൽ എഴുതാനുള്ള സംഭവം എന്ന് പറയുന്നത് അത് 233 പേജിൽ വലിച്ചു നീട്ടി എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം അറിയാനുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഈ തരത്തിലുള്ള ആ ലേഡി സൂപ്പർ സ്റ്റാറിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഹേമ കമ്മിറ്റി വിമർശിച്ചിരിക്കുന്നു. WCC ഒന്നും പറയുന്നില്ല. രേവതി എന്ന് പറയുന്നു ഇനിയാണ് ഞങ്ങളുടെ പണി തുടങ്ങുന്നതെന്ന്. പക്ഷെ രേവതി ഒന്നും ഈ സ്ത്രീകളെ പീഡിപ്പിക്കുമ്പോൾ ഒരിടത്തും കണ്ടില്ല, പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു സമയത്തും കണ്ടില്ല. അവർ ഹേമ കമ്മീഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. WCC പോലെ ഒരു ഇത്രയും പൊളത്തരം പിടിച്ചൊരു സംഘടന കണ്ടിട്ടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്ത് തന്നെയായിരുന്നാലും താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.